അഞ്ചാം മന്ത്രി വിവാദത്തെക്കുറിച്ച് സാർ നേരത്തെ വളരെ വിശദമായി തന്നെ സംസാരിച്ചു. അപ്പോൾ ഈ കോൺഗ്രസ് വരുന്ന തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ മുസ്ലിം ലീഗ് ഉപമുഖ്യമന്ത്രി സ്ഥാനം ആവശ്യപ്പെടാൻ സാധ്യതയുണ്ടോ? അങ്ങനെ ഒരു ചിന്ത ഈ രാഷ്ട്രീയ നഭോമണ്ഡലത്തിൽ ഏറെക്കാലമായിട്ടുണ്ട്. CH മുഹമ്മദ് കോയ സംസ്ഥാന മുഖ്യമന്ത്രി ആയതിനു ശേഷം മുസ്ലിം ലീഗിനെ പ്രധാനപ്പെട്ട മുഖ്യമന്ത്രി അല്ലെങ്കിൽ ഉപമുഖ്യമന്ത്രി പദവികളിലെത്താൻ കഴിഞ്ഞിട്ടില്ല. നൗ ഓർ നെവർ എന്ന നിലയിൽ നിൽക്കുകയാണ് മുസ്ലിം ലീഗ്. പക്ഷേ മുസ്ലിം ലീഗ് പാണക്കാട് ഫാമിലി ആണല്ലോ അതിൻ്റെ അധ്യക്ഷ സ്ഥാനത്തുള്ളത്. വളരെ സെൻസിബിളായി പലപ്പോഴും കാര്യങ്ങൾ നീക്കുന്ന അത്യുത്സാഹികളായ അണികളുണ്ട് എങ്കിൽ പോലും ഒരു പരിധിയിൽ കൂടുതൽ എൻഡോഴ്സ് ചെയ്യുന്നു, ഡോമിനേറ്റ് ചെയ്യുന്നു UDF എന്ന ധാരണ വരുന്നത് ഭൂരിപക്ഷ കമ്മ്യൂണിറ്റീസിൻ്റെ കൺസോളിഡേഷൻ മറുപക്ഷത്തുണ്ടാക്കും എന്ന തിരിച്ചറിവ് തീർച്ചയായും പാണക്കാട് തങ്ങൾമാർക്കുണ്ട്. അതുകൊണ്ടാണ് തങ്ങൾമാർ രാഷ്ട്രീയത്തിൽ നിന്ന് മാറി നിൽക്കുകയും ഒരു ആധ്യാത്മിക നേതൃത്വം അല്ലെങ്കിൽ ഭൗതികേതരമായ രീതിയിലാണ് അത് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് അതിനുള്ള സാധ്യത ഈ സമയത്ത് കുറവാണ്. കോൺഗ്രസ് ഉപമുഖ്യമന്ത്രി തന്നെ ഉണ്ടാവണം എന്നില്ല. അങ്ങനെ ഒരു സംഭവം മുൻകാലങ്ങളിൽ കോൺഗ്രസിൽ ഉണ്ടായിട്ടില്ല. ഇപ്പോൾ അത് പുതിയൊരു നറേറ്റീവായി വരികയാണ്. അതുതന്നെ മുസ്ലിം ലീഗ് ആവും ഡ്രൈവിംഗ് സീറ്റിൽ ബാക്ക് സീറ്റ് ഡ്രൈവിംഗ് എന്ന് ദ്യോതിപ്പിക്കാൻ വേണ്ടി ഒരുപക്ഷെ LDF BJP നടത്തുന്ന ശ്രമങ്ങളുടെ ഭാഗമായി വന്ന നറേറ്റീവാണ് ഇപ്പോൾ ഇത് ഉപമുഖ്യമന്ത്രി മുസ്ലിം ലീഗിന് എന്ന നറേറ്റീവ് വരാൻ കാരണം കോൺഗ്രസ് നേതാക്കളുടെ ഭാഗത്തു നിന്ന് ഒരു സംസാരവും ഉണ്ടായിട്ടില്ല. മുസ്ലിം ലീഗിൻ്റെ ഭാഗത്തു നിന്ന് ഉപമുഖ്യമന്ത്രി എന്ന വാക്ക് പറഞ്ഞതായി ഞാൻ കേട്ടിട്ടില്ല. ഘടകകക്ഷികൾ കൂടുതൽ സീറ്റുകൾ ആവശ്യപ്പെടാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ പരമാവധി ഘടകകക്ഷികളെ ഒത്തൊരുമിപ്പിച്ച് കൊണ്ടുപോകുക എന്ന് പറയുമ്പോൾ അത് കോൺഗ്രസിന് മുന്നിൽ വലിയ വെല്ലുവിളിയായി മാറും, പ്രത്യേകിച്ച് സ്ഥാനാർത്ഥി നിർണയം അടക്കമുള്ള കാര്യങ്ങൾ പൂർത്തിയാക്കുമ്പോൾ. ഇപ്പോൾ പ്രതിപക്ഷ നേതാവിൻ്റെ നേതൃത്വത്തിൽ വരുന്ന ദിവസങ്ങളിൽ തന്നെ കേരള ജാഥ തുടങ്ങാൻ പോകുന്നു. അപ്പോൾ ആദ്യഘട്ടത്തിൽ തന്നെ സ്ഥാനാർത്ഥി നിർണയം അവർ വൈകാതെ തന്നെ പൂർത്തിയാക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് സ്ഥാനാർത്ഥി നിർണയത്തിൽ മറ്റ് കല്ലുകടികളില്ലാതെ തന്നെ അത് പൂർത്തിയാക്കാൻ കഴിയുമെന്ന് അങ്ങേക്ക് തോന്നുന്നുണ്ട്? വയനാട് ബത്തേരി ക്യാമ്പിൽ എടുത്ത തീരുമാനമാണ് ഉന്നത നേതൃത്വം ഒരുമിച്ച് നിൽക്കണം. ഉന്നത നേതൃത്വം, സംസ്ഥാനത്തെ ഉന്നത നേതൃത്വം എന്ന് പറയുന്നത് ദേശീയ തലത്തിൽ ഏറ്റവും പിടിപാടുള്ള നേതാവായ ഒരാളും സംസ്ഥാന തലത്തിലെ ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവും മുൻ പ്രതിപക്ഷ നേതാവും അടങ്ങുന്ന തൃത്വം, രമേശ് ചെന്നിത്തല, VD സതീശൻ, KC വേണുഗോപാൽ, ഈ തൃത്വമാണ് യഥാർത്ഥത്തിൽ ഡിഫാക്റ്റോ അതോറിറ്റി. അതെങ്ങനെയും നീങ്ങാം. ഇതിലാരെങ്കിലും ഒരാൾ മുഖ്യമന്ത്രി സ്ഥാനീയനായി കടന്നു വരും. രണ്ടുപേര് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നു, ഒരാൾ MP ആണ്. ഇവിടെ ഹൈക്കമാൻഡ് അന്തിമ തീരുമാനം എടുക്കുമെന്ന് കൃത്യമായി പറഞ്ഞു വെച്ചു. കഴിഞ്ഞ ആഴ്ച വരെ ഉണ്ടായിരുന്ന വയനാട് ക്യാമ്പ് വരെ ഉണ്ടായിരുന്ന ഒരു തീരുമാനം ജയിച്ചു വരുന്ന MLA മാർ തങ്ങളുടെ നേതാവിനെ തിരഞ്ഞെടുക്കും. അത് വലിയൊരു അപകടം കോൺഗ്രസ് പാർട്ടി മണത്തു. കാരണം അങ്ങനെയെങ്കിൽ ചെന്നിത്തല അനുകൂലികളും രമേശൻ അനുകൂലികളും സതീശൻ അനുകൂലികളും വേണുഗോപാൽ അനുകൂലികളും തമ്മിൽ പരസ്പരം ക്യാൻസൽ ഔട്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. ഗോദയിൽ തന്നെ മലർത്തിയടിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ജയിച്ചു വരൂ, നിങ്ങൾ ഒരുമിച്ച് നിന്ന് ജയിച്ചു വരൂ, ഹൈക്കമാൻഡ് വിൽ ടേക്ക് ദ ഡിസിഷൻ എന്ന നിലയിൽ വന്നിരിക്കുകയാണ്. അതുകൊണ്ട് സീറ്റ് വിഭജനം ഇനി കീറാമുട്ടിയാകാൻ പോകുന്നത് ഭൈമി കാമുകർ അനേകം കോൺഗ്രസിനുള്ളിൽ സീറ്റ് മോഹികൾ ഇപ്പോൾ ജയിച്ചു വരുന്നു എന്നൊരു പ്രതീതി ഉണ്ടാകുമ്പോൾ കടുത്ത ജയസാധ്യതയുള്ള സീറ്റുകളിൽ കടുത്ത മത്സരമുണ്ടാകും. സീറ്റ് ലഭിക്കാൻ കോൺഗ്രസിന് സീറ്റ്. അപ്പോൾ കൃത്യമായി വിന്നബിൾ കാൻഡിഡേറ്റ്സിനെ ഇറക്കിക്കൊണ്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് പരീക്ഷണം തന്നെ ആയിരിക്കും UDF നടത്തുക. Who will decide winnability? This is the question. Who will decide winnability? ഇപ്പോൾ ധാരണ ഹൈക്കമാൻഡ് പറയില്ല വിന്നബിലിറ്റി ആയിരുന്നു. താഴെത്തട്ടിലെ കോർ കമ്മിറ്റികൾ, താഴെത്തട്ടിലെ ഘടകങ്ങൾ തീരുമാനിക്കണം ആർക്കാണ് വിന്നബിലിറ്റി എന്ന്. അത് കനകോലു എൻഡോഴ്സ് ചെയ്യണം. കനകോലു സമാന്തരമായി അന്വേഷണം നടത്തുകയാണ്. സുനിൽ കനകോലുവിനെ ആദ്യമായിട്ടാണ് കേരളത്തിൽ, സുനിൽ കനകോലു എന്നല്ല, ഇങ്ങനെ ഒരു സംവിധാനം കേരളത്തിൽ ആന്ധ്രയിലും തെലുങ്കാനയിലും മറ്റ് ബംഗാളിലും ഒക്കെ പരീക്ഷിച്ച സംവിധാനമാണ്. പക്ഷേ കേരളത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംവിധാനം. കോൺഗ്രസ് പാർട്ടി മെമ്പർ തന്നെയാണ് കനകോലു. പക്ഷേ അദ്ദേഹത്തെ ആ നിലയിലല്ല, ഒരു തന്ത്രജ്ഞൻ എന്ന നിലയിൽ കേരളത്തിലേക്ക് ഇറക്കുമ്പോൾ 2-3 പേരടങ്ങുന്ന ഒരു പാനൽ അവസാനം ഹൈക്കമാൻഡ് സമർപ്പിക്കാനാണ് സാധ്യത. ആ പാനലിൽ പെടുന്നവരിൽ ആരാവും തിരഞ്ഞെടുക്കപ്പെടുക എന്നത് നിശ്ചയിക്കപ്പെടുക എന്നതും അത്യധികമായി ഹൈക്കമാൻഡിൻ്റെ തന്നെ ചുമതലയിലാവും. അപ്പോൾ പേരിൽ ഇത് താഴെത്തട്ടിലെ ആളുകൾ തീരുമാനിക്കുന്നു എന്ന് പറയുകയും ആത്യന്തികമായി മേൽത്തട്ടിൽ പിടിയുള്ളവർ സ്ഥാനാർത്ഥിത്വം കൊണ്ടുപോവുകയും ചെയ്യുന്ന ഒരു പതിവ് തുടരാൻ തന്നെയാണ് സാധ്യത. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.